പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കോറാൻ കെറ്റിലും വെള്ളമില്ല. കിട്ടി, ശരിക്കും കിട്ടി. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. ഇനി പത്തനംതിട്ട മണ്ഡലത്തിൽ PC ജോർജിനെ NDA സ്ഥാനാർത്ഥിയാക്കാത്തതിനെ കുറിച്ച് ജനങ്ങൾ എന്ത് പറയുന്നു കേൾക്കാം. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി ഇറങ്ങിയിരിക്കുക. PC ജോർജ് ആണെങ്കിൽ നമുക്ക് തലതല്ലി നല്ല രീതിക്ക് അങ്ങ് ചിരിച്ചാകാമായിരുന്നു. അയ്യോ ചിരിക്കല്ലേ, ചിരി നിർത്താൻ പറ്റൂല. ഓ എന്തോ വിഷമം, പുള്ളി ഉള്ളതും ഇല്ലാത്ത ഒരുപോലല്ലേ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഓ വെറും പന്നനാ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. മനുഷ്യനെ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യനാ. ഓ കൊള്ളത്തില്ല, തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോ. വിജയിക്കത്തില്ല സാറേ, ഇവിടെ തിന്നാൻ രക്ഷപ്പെടത്തില്ല. ഇനി സൗകര്യത്തിന് കിട്ടുമ്പോഴല്ലേ മാനം കെടുത്താൻ പറ്റുള്ളൂ ബാലേട്ടാ. ഒരു വർഗീയവാദിയാ ഇവിടെ ഒട്ടും. ഞാൻ കണ്ടവനെതിരെ പറഞ്ഞേനെ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. PC ജോർജ് സ്ഥാനാർത്ഥിയെങ്കിൽ BJPക്ക് കിട്ടേണ്ട വോട്ട് പോലും കിട്ടത്തില്ലായിരുന്നു. കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? ഈ കുടുംബത്തിന് പോലും ഒരു വോട്ട് കിട്ടി വിടാനൊക്കെ എന്തോത്തിനാ ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുന്നത്? വേറെ ജോലി ഇല്ലേ? ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന് നിൽക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. ചുമ്മാ ഇരിക്കുന്നിടം കുഴിക്കുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ പ്രയോജനമുണ്ട്? ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. അവസരവാദി വിഘടനവാദിയോ? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഓരോ മാറ്റത്തിനനുസരിച്ച് സംസാരിക്കൂ. എന്ത് കാര്യത്തിനായാലും ഒരു മാന്യത വേണ്ടേ? ഞാൻ എന്താ വിചാരിച്ചേ? നാളെ BJP ആണെങ്കിൽ മറ്റന്നാളെ കോൺഗ്രസ്. അറേ സ്ഥാനാർത്ഥിയാവാൻ തോന്നിയവന്റെ ഒക്കെ 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. നന്ദി കേട്ടവന്മാരെ, എല്ലാരും കൂടെ ശവത്തി കുത്താടാ. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ കാറിൽ പോ.